പിന്നിൽ തിരുവാതിര എന്ന് പറയുന്നത് കേരളത്തിൽ തന്നെ വളരെ അപൂർവ ടീച്ചേഴ്സേ അതുള്ളൂ. അതിൽ ഏറ്റവും പ്രധാനി എന്ന് പറയുന്നത് ഉമ്മ ടീച്ചർ തന്നെയാണ്. ഞങ്ങളുടെ സ്വന്തം ഉമ്മ ടീച്ചർക്ക് നല്ലൊരു കൈയ്യടി നിങ്ങൾ കൊടുത്തേ. ഉമാ സന്ദീപാണ് ടീച്ചർ. അശ്രാന്ത പരിശ്രമം തന്നെയാണ് ഇങ്ങനെ ഒരു കല ഇങ്ങനെ നിലനിന്ന് പോകുന്നത്. പരമ്പരാഗതമായിട്ടൊരു കലയാണ് അത്. പഴയ ആളുകൾക്ക് അത് കാണാനും പുതിയ ആളുകൾക്ക് അത് ആസ്വദിക്കാനും ടീച്ചർ വളരെയധികം അതിനുവേണ്ടി മെനക്കെടുന്നുണ്ടെന്ന് തന്നെ പറയാം. അത് ഞങ്ങളെ പഠിപ്പിച്ചെടുക്കാൻ ഒരുപാട് ടീച്ചർ പരിശ്രമിച്ചിട്ടുണ്ട്. ടീച്ചർക്ക് എല്ലാ തരത്തിലുള്ള അഭിനന്ദനങ്ങളും. ഞങ്ങളുടെ കൂടെ തന്നെ സഞ്ചരിക്കുന്ന ടീച്ചറാണ്. പിന്നെ ഞങ്ങൾക്ക് നിങ്ങൾ നേരത്തെ കണ്ട നമ്മുടെ അഞ്ജനമണിയും അതുപോലെ തന്നെ നന്ദൂടിപ്പാട്ടൊക്കെ അത് ഈടെയായിട്ട് നിങ്ങളൊക്കെ വേണമെങ്കിൽ സമൂഹ മാധ്യമങ്ങളൊക്കെ കണ്ടു കാണും. അത് പഠിപ്പിച്ചത് ഞങ്ങളുടെ സ്വന്തം സിന്ധു ചേച്ചിയാണ്, സിന്ധു രമേശാണ്. ടീച്ചർ ഞങ്ങളോടൊപ്പം തന്നെ കക്ഷോരോടൊപ്പം തന്നെ സഞ്ചരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട സിന്ധു ചേച്ചിയാണ്. സിന്ധു ചേച്ചിക്ക് ഒരു നല്ല കൈയടി കൊടുക്കട്ടോ. അടുത്തായിട്ട് നമുക്ക് പരിചയപ്പെടുത്താനുള്ളത് നമ്മുടെ പ്രശസ്ത ഒരു നർത്തകി തന്നെയാണ് നമ്മുടെ ടീമിൽ. ഞങ്ങളുടെയൊക്കെ സ്വന്തം ചേച്ചി തന്നെയാണ് ബിന്ദു എന്നും അതുപോലെ തന്നെ അമ്പിളി എന്നൊക്കെ അറിയപ്പെടുന്നുണ്ട്. ബിന്ദു ചേച്ചിയാണ്. അതുപോലെ തന്നെ ആശാ മണികണ്ഠൻ, വൃന്ദ ജിബു, സൂര്യ ബിജോയ്, ദേവഗായത്രി സുനിൽ, അവന്തിക രജനീഷ്, അതുപോലെ തന്നെ ദേവി കൃഷ്ണ ബിജോയ് ഉമ്മ ടീച്ചർ. പിന്നെ ഇവിടെ നിന്ന് വരണത് രമ്യ, ഞങ്ങളുടെ അഡ്മിനാണ്. ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും നോക്കി നടത്തുന്നത് രമ്യയാണ്. ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഞങ്ങളുടെ കളി താല്പര്യപ്പെട്ടെങ്കിൽ രമ്യയുടെ നമ്പർ തരാം, വിളിക്കുക. അപ്പോൾ അതൊക്കെ ചെയ്യണത് ഞങ്ങളുടെ സ്വന്തം രമ്യക്കുട്ടിയാണ്. അതിനുശേഷം നമ്മുടെ സ്നേഹ രജനീഷ്, ലതാ രാജൻ, അതുപോലെ തന്നെ രാഗി സുധി. ഇത്രയും ടീം അംഗങ്ങളാണ് നമുക്കുള്ളത്. എൻ്റെ പേര് കവിത സുനിൽ എന്നാണ്. ഞങ്ങളുടെ പിന്നിൽ തിരുവാതിരയുടെ പ്രധാന ആകർഷണം എന്ന് പറഞ്ഞാൽ കണ്ണനാണ്. നിങ്ങൾ കണ്ടിരിക്കും കണ്ണനും കണ്ണൻ്റെ അമ്മയും. അപ്പൊ കണ്ണനും കണ്ണന്റെ അമ്മയും ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു ഘടകമാണ് പിന്നിൽ തിരുവാതിര. കാരണം അത് സ്വാഭാവികമായിട്ടും കൃഷ്ണന്റെ ബാലലീലകളാണ് അവതരിപ്പിക്കുന്നത്.